10 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പത്രസമ്മേളനത്തെ ചൊല്ലി പോലീസിന് രൂക്ഷ വിമർശനം. കോയമ്പത്തൂർ പോലീസിനെതിരെയാണ് സമൂഹമാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. കോയമ്പത്തൂരിലെ സുലൂരിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം തമിഴ്നാട് സർക്കാർ കൈകാര്യം ചെയ്ത രീതിയെ ചൊല്ലി വിവാദം. കേസിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചിരിക്കുന്നതായി കണ്ടതിനെ തുടർന്ന് തമിഴ്നാട് വ്യവസായ മന്ത്രി എസ് കീർത്തനയ്ക്കെതിരെ BJP രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ വിവാദം. 10 വയസ്സുകാരിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള സംയുക്ത പത്രസമ്മേളനത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പുഞ്ചിരിക്കുന്നതിന്റെ മറ്റൊരു വീഡിയോ പുറത്തുവന്നു. മാധ്യമങ്ങളുമായി സംസാരിച്ചതിന് ശേഷമാണ് തന്റെ പുഞ്ചിരി വന്നതെന്ന് കീർത്തന വ്യക്തമാക്കിയെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് അവർ ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധത്തിന് കാരണമായി. കോയമ്പത്തൂർ റേഞ്ച് CIG P സ്വാമിനാഥനും കോയമ്പത്തൂർ SP അല്ലാട്ടിപ്പള്ളി പവൻകുമാറും വെസ്റ്റ് സോൺ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് RV രമ്യഭാരതി പുഞ്ചിരിച്ചുകൊണ്ട് വിരലുകൾ തിരുമുന്നതായി വീഡിയോയിൽ കാണാം. ലൈംഗിക അതിക്രമ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കീർത്തന നൽകിയ മറുപടിയെ BJP നേരത്തെ വിമർശിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരുമായുള്ള ആശയവിനിമയത്തിനിടെ അവർ അങ്ങേയറ്റം വികാരശൂന്യത കാണിച്ചുവെന്ന് BJP ആരോപിച്ചിരുന്നു. കേസിനെതിരെ പൊതുജന രോക്ഷവും സംസ്ഥാനത്ത് വ്യാപകമായ രാഷ്ട്രീയ വിവാദവും ഉയർന്ന സാഹചര്യത്തിലാണ് കീർത്തനയുടെ വിമർശനം ഉയർന്നത്. കേസിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കീർത്തന വിസമ്മതിക്കുകയും ഭരണപരമായ ചോദ്യങ്ങൾക്ക് മാത്രമേ മറുപടി നൽകൂ എന്ന് പറയുകയും ചെയ്തതോടെയാണ് വിവാദം ആരംഭിച്ചത്. മെയ് 21-നാണ് കോയമ്പത്തൂരിൽ 10 വയസ്സുകാരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. വീടിന് പുറത്ത് കളിക്കുകയായിരുന്ന പെൺകുട്ടിയെ കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ ശേഷമാണ് കൊല്ലപ്പെട്ടതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. പ്രതികളായ കാർത്തി, മോഹൻരാജ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.